നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ തഹസീൽദാർ വിജിലൻസ് പിടിയിൽ. കണക്കിൽപ്പെടാത്ത പണം കൈവശം വെച്ചതിനെ തുടർന്ന് ഭൂരേഖ തഹസീൽദാർ വിജിലൻസ് പിടിയിൽ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഭൂരേഖ തഹസീൽദാർ ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മുരളീധരൻ നായരാണ് വിജിലൻസ് പിടിയിലായത്. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ ലാൻഡ് ട്രൈബ്യൂണൽ സിറ്റിംഗിനിടെയാണ് കൈവശം വെച്ചിരുന്ന 50,000 രൂപയും കാറിൽ നിന്നും 44,000 രൂപയും വിജിലൻസ് കണ്ടെടുത്തത്. പാലക്കാട് വിജിലൻസ് ഇൻസ്പെക്ടർ വിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമാണ് തഹസീൽദാറെ പിടികൂടിയത്. ഏജന്റുമാർ മുഖേന ശേഖരിച്ച പണമാണോ എന്ന് അന്വേഷിച്ചു വരുന്നു. മാനിനെ കെട്ടിയിട്ട് റീൽസ് ചിത്രീകരണം. ടാപ്പിംഗ് തൊഴിലാളിയായ ഒരാൾ കൂടി അറസ്റ്റിൽ. 2 പേർ ഒളിവിൽ. തൃശൂർ പാലപ്പള്ളിയിൽ മാനിനെ കെട്ടിയിട്ട് റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തിരുവനന്തപുരം വിതുര സ്വദേശി ഷിബുവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ 2 പേർ പിടിയിലായി. സംഭവത്തിൽ വനം വകുപ്പ് 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തൊഴിലാളികളായ വിനോദ്, ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർക്കെതിരെയാണ് കേസ്. ഷിബുവിനെ ചാലക്കുടിയിൽ നിന്നുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ ഇനിയും 2 പേർ കൂടി പിടിയിലാവാനുണ്ട്. ഡോക്ടറുടെ കൊലപാതകം. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 5 പേർക്ക് നുണ പരിശോധന. കോടതിയുടെ അനുമതി. PG ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനും നുണപരിശോധന. സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 5 പേർക്ക് നുണപരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി ലഭിച്ചു. കൊലപാതകത്തിന് ശേഷമുള്ള ആശുപത്രി നടപടികൾ സംബന്ധിച്ച് CBI സംശയം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നുണപരിശോധനയ്ക്ക് അനുമതി തേടിയത്. PG ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 ഡോക്ടർമാരെ ആയിരിക്കും നുണപരിശോധനയ്ക്ക് വിധേയരാക്കുക. ചോദ്യം ചെയ്യലിനിടെ സന്ദീപ് ഘോഷ് നൽകിയ മറുപടിയിൽ തൃപ്തരല്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്വർണം പൂജിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. 12 പവൻ തട്ടിയെടുത്ത യുവതി പിടിയിൽ. സ്വർണം പൂജിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വീട്ടമ്മയിൽ നിന്ന് 12 പവൻ തട്ടിയെടുത്ത യുവതി പിടിയിൽ. കോട്ടയം പാലാ സ്വദേശി ഷാജിദ ഷെരീഫിനെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിലാണ് സംഭവം നടന്നത്. പുതുപ്പള്ളി ഇരവിനെല്ലൂർ സ്വദേശിയായ വീട്ടമ്മയെ കബളിപ്പിച്ചാണ് ഷാജിദ പണം തട്ടിയത്. ഷാജിദയോടൊപ്പം തട്ടിപ്പ് നടത്തിയ കൂട്ടുപ്രതിയെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനിവാര്യമായ വിശദീകരണം. WCCയുടെ കുറിപ്പ് പങ്കുവച്ച മഞ്ജു വാര്യർ. സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണങ്ങളെ വിമർശിച്ച് WCC പുറത്തുവിട്ട പ്രസ്താവന പങ്കുവച്ച മഞ്ജു വാര്യർ. പ്രചരിക്കുന്ന വാർത്തയിൽ അനിവാര്യമായ വിശദീകരണം എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു വാര്യർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിജീവതയ്ക്കൊപ്പം എന്നും ഉറച്ചു നിന്നയാളാണ് സ്ഥാപക അംഗമെന്നാണ് WCCയുടെ പ്രതികരണം. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ WCC സ്ഥാപക അംഗം സിനിമയിൽ അതിക്രമങ്ങളൊന്നുമില്ലെന്ന് മൊഴി കൊടുത്തെന്ന പരാമർശമുണ്ടായിരുന്നു. ഓരോ അംഗത്തിനും സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയമില്ലാതെ സംസാരിക്കാൻ അവകാശമുണ്ട്. മറിച്ചു പറയുന്നതാണ് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതി. സ്ത്രീകളെ അപമാനിക്കാനല്ല റിപ്പോർട്ട് ഉപയോഗിക്കേണ്ടത്. പരിഹരിക്കേണ്ടവ തിരുത്തി മുന്നോട്ട് പോകണമെന്നും WCC പ്രതികരണത്തിൽ പറഞ്ഞു.